നമസ്തേ എവരിവൺ. നമ്മൾ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ്, നമ്മളൊരു ബിസിനസ് തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ നമ്മൾ എന്തെല്ലാം ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം? സാധാരണ നമുക്ക് ഇതിനെക്കുറിച്ചുള്ള നിങ്ങൾക്കൊരു റെഫറൻസ് നിങ്ങൾ എടുക്കാൻ പോവുകയാണെങ്കിൽ നമുക്ക് വളരെ പ്രധാനമായിട്ട് ഈ PMI എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട്, പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അവരിതിനെക്കുറിച്ച് ഒരുപാട് റിസർച്ച് ചെയ്തിട്ട് ഒരുപാട് ഇതൊക്കെ ഇത് നമുക്ക് ജേർണൽസൊക്കെ തരുന്നതാണ്. എങ്ങനെയാണ് നമ്മൾ ആ ബിസിനസ് തുടങ്ങുമ്പോഴത്തേക്ക് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ നോക്കണം. അവരുടെ ഓൺലൈൻ സ്റ്റോറിലൊക്കെ നമുക്ക് ഒരുപാട് ഇത് കിട്ടും. പിന്നെ നിങ്ങൾ റെഫറൻസിന് പോകുമ്പോഴത്തേക്കും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് ടെക്നോളജി, NIST, അവരും ബിസിനസ് നമ്മൾ തുടങ്ങുമ്പോഴത്തേക്കുള്ള പ്രത്യേകിച്ച് റിസ്ക് മാനേജ്മെൻറ്റ്, നമുക്ക് ഒരു ബിസിനസ് തുടങ്ങിയാൽ നമുക്ക് ഒരു വിധത്തിലും റിസ്ക് വരരുത്. പ്രധാനമായിട്ട് നമ്മൾ കാറ് ഓടിക്കാൻ പഠിക്കുമ്പോഴത്തേക്ക് ആക്സിലറേറ്ററാണോ ആദ്യം പഠിക്കുന്നത്, ബ്രേക്കാണ് എന്ന് പറഞ്ഞതുപോലെ അതുപോലെ തന്നെ നമുക്ക് ഫൈനാൻഷ്യൽ റിസ്ക് നമുക്ക് ഒഴിവാക്കാനായിട്ട് പിന്നെ ഫൈനാൻഷ്യൽ റിസ്ക് മാനേജ്മെൻറ്റിനെ കുറിച്ചുള്ള നമുക്ക് പിന്നെ ഫൈനാൻഷ്യൽ റിസ്ക് മാനേജ്മെൻറ്റ് ഇൻ മോഡേൺ ഇക്കോണമി എന്ന് പറഞ്ഞ റോബർട്ട് ടി ഫബോസിയുടെ ഒരു പ്രധാനപ്പെട്ടൊരു ബുക്കുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് ആദ്യമേ കിട്ടാനായിട്ട്. പിന്നെ മാർക്കറ്റ് റിസ്ക് മാനേജ്മെൻറ്റ്, ഇതൊക്കെ നമുക്ക് പ്രധാനമായിട്ട് എടുത്ത് നോക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഈ മൊത്തത്തിൽ നമ്മൾ വേൾഡ് ബിസിനസ് മൊത്തമായിട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പം പ്രധാനമായിട്ട് ഹ്യൂമൻ റിസോഴ്സസിനകത്ത് നമുക്ക് റിസ്ക് വരാറുണ്ട്, ക്യാപിറ്റൽ റിസ്ക് വരാറുണ്ട്, സൈബർ റിസ്ക്. ഇപ്പോൾ അടുത്ത കാലത്ത് വരുമ്പോഴത്തേക്ക് സൈബർ റിസ്ക് വന്നിട്ട് ചില ബിസിനസ്സുകൾ പോകുന്നുണ്ട്. നമ്മളിങ്ങനെ മൊത്തത്തിലെടുത്ത് നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു റിസ്കിൻ്റെ സാധ്യത എന്താണെന്ന് നമ്മൾ അറിഞ്ഞിട്ട് ഏതൊക്കെ ബുക്ക് നോക്കണം. ഒന്നും പഠിക്കാതെ ബിസിനസ് തുടങ്ങരുത്. അപ്പോൾ എനിക്കിവിടെ നിങ്ങൾക്ക് ഒരു മിനിമം ഇത് തരാനായിട്ടുള്ളത് എന്തൊക്കെ പഠിച്ചിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഞാനൊന്ന് പറയാൻ പോവുക. ഇപ്പോൾ നമുക്ക് ഇന്ത്യയിലാണെങ്കിൽ ലോകത്തിലെ ഒരു രാജ്യത്തും ഇല്ലാത്ത പോലാണ്. എന്താണെന്നറിയത്തില്ല, ഇന്ത്യ ഭയങ്കരമായിട്ട് മാറാൻ പോകുന്നതുകൊണ്ടായിരിക്കാം നമുക്ക് ഏതാണ്ട് 68 ലക്ഷം ആൾക്കാർ ആന്ത്രപ്രനേഴ്സായിട്ട് താല്പര്യപ്പെട്ട് മിനിസ്ട്രി ഓഫ് MSME നമുക്ക് ബിസിനസ് തുടങ്ങാനായിട്ട് വിജയിക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പുകൾ വരുന്നുണ്ട്. അപ്പോൾ എനിക്കിവിടെ പറയാനായിട്ടുള്ള നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ സ്റ്റേ ഇൻഫോംഡ്, നമ്മൾ ബിസിനസ്സിൻ്റെ ലേറ്റസ്റ്റ് ട്രെൻഡ് എന്താണ്, പ്രത്യേകിച്ച് നമ്മൾ തുടങ്ങാൻ പോകുന്ന ഇൻഡസ്ട്രിക്കകത്തുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്, നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട നല്ലൊരു നെറ്റ്വർക്ക് ഉണ്ടാക്കണം, നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാക്കണം. അതുപോലെ തന്നെ ന്യൂ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് നമ്മൾ അറിയണം. പിന്നെ നമുക്ക് ഏത് വിധത്തിലുള്ള കസ്റ്റമേഴ്സാണ് വരാനായിട്ട് പോകുന്നത്, ആ കസ്റ്റമേഴ്സിൻ്റെ ട്രെൻഡ് എന്താണ്, ഡിസയർ എന്താണ്, അതിൽ കൂടെ നമുക്ക് വരാൻ പോകുന്ന ഓപ്പർച്യൂണിറ്റി എന്താണ്. പിന്നെ നമുക്ക് മോണിറ്റർ കോമ്പറ്റീറ്റേഴ്സ്, അപ്പോൾ അവരെന്തൊക്കെയാണ് പുതിയത് കൊണ്ടുവരാനായിട്ട് പോകുന്നത്, അവിടെ ഗ്യാപ്പ് വല്ലതും ഉണ്ടോ. അതുപോലെ തന്നെ ഇൻഡസ്ട്രി ഈവൻറ്റ്സ് വല്ലതും, അതിൻ്റെ കോൺഫറൻസസ്, ട്രേഡ് ഷോസ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ നേരത്തെ മുതൽ അറ്റൻഡ് ചെയ്തു തുടങ്ങണം. പിന്നെ വൈഡായിട്ട് നമ്മൾ പത്രം വായിക്കുന്നതല്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഓൺലൈനിൽ തന്നെ നമുക്ക് ഒരുപാട് മെറ്റീരിയൽസ് കിട്ടാനുണ്ട്. എമർജിങ് ട്രെൻഡ്സ് നമ്മൾ പോകാൻ പോകുന്ന ഇൻഡസ്ട്രിയുടെ. പിന്നെ നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് ഒരുപാട് കിട്ടാനായിട്ടുണ്ട്. ഈവൻ നമുക്ക് ലിങ്ക്ഡിനിൽ കൂടെ, ലിങ്ക്ഡിനിൽ കൂടെയാണ് വളരെ കൂടുതൽ കിട്ടുന്നത്. ലിങ്ക്ഡിനകത്ത് ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്, ആന്ത്രപ്രനേഴ്സിൻ്റെ ഗ്രൂപ്പുകളുണ്ട്. പർട്ടിക്കുലർലി നിങ്ങൾ ചെയ്യാൻ പോകുന്ന ബിസിനസ് ചെയ്യാനായിട്ടുള്ള ഉപയോഗിക്കുന്ന അങ്ങനത്തെ ഗ്രൂപ്പുകളുണ്ട്. അവിടെ നിങ്ങൾക്ക് നല്ല ടീമിനെ കണ്ടെത്താം. പിന്നെ നമുക്ക് എംപ്ലോയി ഇന്നൊവേഷൻ, അതുപോലെ തന്നെ നമുക്ക് ബെസ്റ്റ് ഐഡിയാസ് നമുക്ക് എടുക്കാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി, പിന്നെ ന്യൂ മാർക്കറ്റ്സ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് അവിടെയുള്ള ഓപ്പർച്യൂണിറ്റീസ്, പുതിയ പ്രോഡക്ട്സ്, അതേപോലെ നമുക്ക് പല ഡേറ്റ നമുക്ക് അനലൈസ് ചെയ്ത് അതിൽ കൂടെ നമുക്ക് ചില കൺക്ലൂഷൻസിലേക്ക് എത്താനായിട്ട് പറ്റും. അതിലൂടെ പൊട്ടൻഷ്യൽ ഓപ്പർച്യൂണിറ്റി. അതുപോലെ നമുക്ക് ഇപ്പോൾ എക്സിസ്റ്റിംഗ് പ്രോഡക്ട്സിനെ നമുക്ക് പലപ്പോഴും ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള വളരെ ചാൻസ്, ചില ഇമ്പ്രൂവ്മെൻ്റ് കുറവ് കൊണ്ട് അത് സ്ട്രഗിൾ ചെയ്യുന്ന പ്രൊഡക്റ്റ് കാണാം. ചില പ്രോഡക്റ്റ് നമുക്ക് ഓഫർ കസ്റ്റമൈസേഷൻ, അപ്പോൾ അതിന് ഒരു പേഴ്സണലൈസ്ഡ് പ്രോഡക്റ്റായിട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ചിലപ്പോൾ വിജയിക്കുന്നുണ്ടായിരിക്കും. അവിടുത്തെ ഒരു മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റി കാണും. പിന്നെ അതുപോലെ തന്നെ എക്സ്പ്ലോർ കൊമേഴ്സ്, സെല്ലിങ് ഓൺലൈൻ ഡ്രാസ്റ്റിക്കലി നമുക്ക് ഭയങ്കരമായിട്ട് വരാൻ സാധ്യതയാണ്. പിന്നെ ഡെവലപ്പ് പാർട്ട്ണർഷിപ്പ് ആൻഡ് കൊളാബറേറ്റ് വിത്ത് അതർ ബിസിനസ് പീപ്പിൾ, അപ്പോൾ നമുക്ക് അവിടെ ഓപ്പർച്യൂണിറ്റി കിട്ടും. ആൻഡ് സ്റ്റേ എജൈൽ, ഈ ഉള്ളൊരു കാര്യത്തിൽ നമ്മൾ ഉത്സാഹത്തിൽ നല്ല ചാടി നിൽക്കണം. അപ്പോൾ അവിടെ നമുക്ക് ചില ബിസിനസ് സ്ട്രാറ്റജി ഓപ്പർച്യൂണിറ്റി വരുന്നതനുസരിച്ച് നമ്മൾ റെഡി ആയിക്കൊണ്ട് നിൽക്കണം.
പിന്നെ ചില ആൾക്കാർ നമ്മൾ തന്നെ പരാജയപ്പെടണമെന്നില്ല, മറ്റാൾക്കാർ പരാജയപ്പെട്ടതിൽ നിന്നും നമുക്ക് വിജയിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി, അതിൽ നിന്ന് നമുക്ക് പഠിക്കാം. മറ്റുള്ളവരുടെയും നമ്മുടെയൊക്കെ പാസ്റ്റ് മിസ്റ്റേക്കിൽ നിന്ന് നമുക്ക് പഠിക്കാം. പിന്നെ അതുപോലെ തന്നെ ഫോക്കസ് ഓൺ സസ്റ്റൈനബിലിറ്റി. ഇപ്പോൾ എല്ലാം നോക്കുന്നത് ഇക്കോ ഫ്രണ്ട്ലി ഇനിഷ്യേറ്റീവ്സ് ഒക്കെ ഒരുപാട് കസ്റ്റമേഴ്സിന് അതിനോടാണ് കൂടുതൽ താല്പര്യം. അഡാപ്റ്റ് ന്യൂ ടെക്നോളജീസ്, അപ്പോൾ അവിടെ ന്യൂ പ്രോഡക്റ്റും ന്യൂ സർവീസസും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഓഫറിങ് വിവിധ മേഖലയിൽ നമുക്ക് ഡൈവേഴ്സിഫൈ ചെയ്യാം. അപ്പോൾ എല്ലാം എക്സും കൂടെ ഒരു ബാസ്ക്കറ്റിൽ ഇടുക എന്ന് പറയുന്നത് അത് നമുക്ക് ചെയ്യണമെന്നില്ല. ഡിഫറെൻറ്റ് റവന്യൂ സ്ട്രീം തന്നെ നമുക്ക് ആദ്യമേ തന്നെ പ്ലാൻ ചെയ്യാം. പിന്നെ നമുക്ക് ആദ്യമേ തന്നെ വി ക്യാൻ ലിസൺ ടു ദ കസ്റ്റമേഴ്സ്, അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് നോക്കാം. നമുക്ക് തന്നെ ഈ വേറെ വല്ല ഏജൻസിക്ക് കൊടുക്കുന്നതിന് പകരം ടു സർട്ടൻ എക്സ്റ്റെൻറ്റ് നമ്മൾ തന്നെ പോയി മാർക്കറ്റ് സ്റ്റഡി ചെയ്യുക. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടൊരു ഇത് കിട്ടും. ഗൈഡ് ചെയ്യാൻ ആരെങ്കിലും വേണമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ബി ഓപ്പൺ ടു ഫീഡ്ബാക്ക്. നമുക്ക് കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ക്രിറ്റിസിസം ചെയ്യും. ചില സംഭവം ഞാൻ തന്നെ ചിലപ്പോൾ ക്ലാസ്സിൽ വരുമ്പോൾ ഒരു ബിസിനസ് പറയുമ്പോൾ ഞാൻ അന്നേരം ചിലപ്പോൾ പറയാറുണ്ട്, വേണ്ട ഇത് വിജയിക്കത്തില്ല, ഇത് വേണ്ട വിജയിക്കത്തില്ല എന്ന് പറയാറുണ്ട്. ചില ബിസിനസ് കേൾക്കും, അയ്യോ ഇത് ധൈര്യമായിട്ട് പൊക്കോളൂ, മുന്നേ റിഫൈൻ ചെയ്ത് എല്ലാം പഠിച്ചിട്ട് ധൈര്യമായിട്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് ഒബ്സർവ് കസ്റ്റമർ ട്രെൻഡ്. അപ്പോൾ അതേപോലെ നമുക്ക് പിന്നെ സക്സസ്ഫുൾ ബിസിനസ് വെഞ്ചേഴ്സ് വേറെ എന്തൊക്കെയാണ് വരുന്നത്. പിന്നെ ഇൻവെസ്റ്റ് ഇൻ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്. നമുക്ക് റീസെർച്ചിനകത്ത് നമ്മൾ കുറച്ച് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇന്നോവേഷൻസ് കൊണ്ടുവരാനായിട്ട്, അപ്പോൾ അത് ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് കൂടും. ബി പ്രോ ആക്റ്റീവ്. മാറ്റങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് ചെയ്യാം. അതുപോലെ തന്നെ അണ്ടർസ്റ്റാൻഡ് യുവർ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്സസ്, ഷോർട്ട് അനാലിസിസ് കൂടി ചെയ്യാം. അതുപോലെ എക്സ്പ്ലോർ ഫ്രാഞ്ചൈസിങ് ഓപ്പർച്യൂണിറ്റി. നമുക്ക് ഫ്രാഞ്ചൈസിങ് കൊടുക്കാം. അപ്പോൾ അതിൽ കൂടെ നമുക്ക് ഒരുപാട് ഫണ്ട് വരും, മാൻ പവർ വരും, എക്സ്പെർട്ടൈസ് വരും. അല്ലെങ്കിൽ നമുക്ക് എന്തുവാ മറ്റുള്ളവരെ പിഗ്ഗി ബാക്ക് ചെയ്യാം, അവരുടെ ഒരു ഫ്രാഞ്ചൈസി എടുത്ത് നമുക്ക് ഇത് ചെയ്യാം. പിന്നെ അറ്റൻഡ് വർക്ക്ഷോപ്സ് ആൻഡ് സെമിനാർസ്. അതുപോലെ തന്നെ നമുക്ക് ഈ കൺസിഡർ ഇൻ്റർനാഷണൽ മാർക്കറ്റ്, നമുക്ക് അങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്ത് പോകാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് റെഗുലേറ്റേഴ്സിനെ നോക്കിക്കൊണ്ടിരിക്കുക, അവരുടെ കയ്യിൽ നമുക്ക്, കാരണം ഗവൺമെൻറ്റിന് ഇത് വളരെ അത്യാവശ്യമായിട്ട് നമ്മൾ ബിസിനസ് തുടങ്ങണം. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് വി ക്യാൻ സീക്ക് ഔട്ട് മെൻറ്റേഴ്സ് ആൻഡ് അഡ്വൈസേഴ്സ്. നമുക്ക് ഓപ്റ്റിമൈസ് ഓപ്പറേഷണൽ എഫിഷ്യൻസി. നമുക്കതിനെ മൊത്തം വളരെ എഫിഷ്യൻ്റായിട്ട് സ്ട്രീം ലൈൻ ചെയ്ത് നമുക്ക് ഓപ്പർച്യൂണിറ്റിയിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് കൊടുക്കാം. ഫോക്കസ് ഓൺ ക്വാളിറ്റിയാണ് എപ്പോഴും വിജയിക്കുന്നത്. അപ്പോൾ ഒരു കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി നമുക്ക് നിർത്തിക്കൊണ്ട് പോകാം. കസ്റ്റമർ ഫീഡ്ബാക്ക് നമുക്ക് എപ്പോഴും എടുത്തിട്ട് പോസിറ്റീവ് ലൂപ്പിൽ തന്നെ നമുക്ക് നിർത്തിക്കൊണ്ട് പോകാനായിട്ട് പറ്റും. പിന്നെ സൈഡ് പ്രോജക്ട്സ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുമെന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. പിന്നെ നമുക്കതുപോലെ തന്നെ വളരെ ക്രിയേറ്റീവായിട്ട് തിങ്കിങ് ഔട്ട്സൈഡ് ദ ബോക്സ്, നമ്മൾ ചിന്തിക്കാത്ത ചില ഭാഗത്തേക്ക് നമുക്ക് നോക്കാം. സ്ട്രോങ് ബ്രാൻഡ് നമുക്ക് ചിലപ്പോൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് അധികം പൈസ മുടക്കാതെ തന്നെ ചിലപ്പോൾ പറ്റും. പിന്നെ ചിലപ്പം ഇൻവെസ്റ്റ് ഇൻ എംപ്ലോയി ഡെവലപ്മെൻറ്റ്. അവർ ചില ആൾക്കാരെ നല്ല ഡെവലപ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ പിടിച്ച് നമുക്ക് പാർട്ണറാക്കാം. അതുപോലെ തന്നെ നമുക്ക് ഓൺലൈൻ മാർക്കറ്റിംഗ് എടുത്ത് ഉപയോഗിക്കാം. പിന്നെ അതുപോലെ തന്നെ പലപ്പോഴും നമ്മൾ നിഷ് മാർക്കറ്റ് എന്താണെന്ന് കണ്ടെത്താം, അതിനകത്ത് നമുക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റും. എക്സ്ട്രാ ഓർഡിനറി കസ്റ്റമർ സർവീസ് കൊടുക്കുക. സോഷ്യൽ മീഡിയയിലെ ട്രെൻഡ് എന്താണെന്ന് നമുക്ക് നോക്കിക്കൊണ്ടിരിക്കാം. അഡോപ്റ്റ് എ ഫ്ലെക്സിബിൾ ബിസിനസ് മോഡൽ എപ്പോഴും നമുക്ക് നോക്കാം. അതുപോലെ തന്നെ നമുക്ക് ജോയിൻറ്റ് വെഞ്ചേഴ്സ്, സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പിനുള്ള ഓപ്പർച്യൂണിറ്റി എന്തുവാണ്. സ്റ്റേ ക്യൂരിയസ് ആൻഡ് കൾട്ടിവേറ്റ് പോസിറ്റീവ് വർക്ക് പ്ലേസ് കൾച്ചർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അവിടെ തന്നെ നമ്മൾ ഓൾറെഡി വിജയിച്ച് കഴിഞ്ഞിട്ടുണ്ടാകും. പിന്നെ ചില റവന്യൂ മോഡൽസ്, സാധാരണഗതിയിൽ നമ്മൾ ബില്യണിയർ മൈൻഡ് സെറ്റിലാണെങ്കിലും 10-30 റവന്യൂ മോഡൽസ് നമ്മൾ പഠിപ്പിക്കാറുണ്ട്. അപ്പോൾ ഈ ഒറ്റ റവന്യൂ മോഡലിന് പകരം ഒരു 3-4 റവന്യൂ മോഡൽസ് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ ബിസിനസ് മോഡൽ, മൾട്ടിപ്പിൾ ബിസിനസ് മോഡൽ നമുക്ക് വളരെ എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് പ്രയോറിറ്റൈസ് കസ്റ്റമർ റിട്ടൻഷൻ. അതിന് പറയാറുള്ളതെന്ന് പറഞ്ഞാൽ കസ്റ്റമർ ഫോർ ലൈഫ്. ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ 10-30 വർഷത്തേക്ക് അവരുടെ ബിസിനസ് നമുക്ക് കിട്ടുന്ന രീതിയിൽ. പിന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഓൺലൈൻ ഫോറംസ്, കമ്മ്യൂണിറ്റി, ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ബിസിനസ്സിനെ കുറിച്ച് വ്യക്തമായ ഐഡിയാസ് നമുക്ക് കിട്ടുന്നത്. അല്ലാതെ നമുക്ക് എല്ലാവർക്കും ബിസിനസ് സ്കൂളിൽ പോയി പഠിക്കാൻ പറ്റും. ബിസിനസ് സ്കൂളിൽ പോയി പഠിക്കുമ്പോൾ ഒരു കാര്യം പറയാം, പല ആൾക്കാരും ബിസിനസ് സ്കൂളിൽ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഒരു 7-8% കൂടുതൽ ഒരു ബിസിനസ് സ്കൂളിലും ഒരു ആന്ത്രപ്രണർക്ക് വേണ്ട കാര്യങ്ങളുണ്ടാവില്ല. അപ്പോൾ അത് ടൈം വേസ്റ്റാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് കുറച്ചുകൂടെ കൂടുതൽ ലിവറേജ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചിലപ്പോൾ നമുക്ക് ഗുണം ചെയ്യും. പിന്നെ നമുക്ക് ഇൻവെസ്റ്റ് ഇൻ കോണ്ടൻറ്റ് മാർക്കറ്റിംഗ്. അത് ചിലപ്പോൾ ക്ലയൻറ്റിലേക്ക് നമുക്ക് നേരിട്ട് ചിലപ്പോൾ വീഡിയോയിൽ കൂടെ ആയിരിക്കും നമുക്ക് ചെയ്യാൻ പോകുന്നത്. ക്രോസ് സെല്ലിംഗ്, അപ്പ് സെല്ലിംഗ്, നെക്സ്റ്റ് സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റീസ് വലിയ സാധ്യതയാണ്. ഔട്ട്സോഴ്സിങ്, കോർ ആക്ടിവിറ്റീസ് ഒഴിച്ച് ബാക്കി എല്ലാം ഔട്ട്സോഴ്സ് ചെയ്യാം.
സ്കെയിലബിൾ സിസ്റ്റം നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ലൈസൻസിങ് ഓപ്പർച്യൂണിറ്റീസ് വളരെ സാധ്യതയുള്ളതാണ്. പിന്നെ എപ്പോഴും നമ്മൾ ബിസിനസ് നിൽക്കുമ്പോൾ സ്റ്റേ ഹെൽത്തി, എജൈലായിട്ട് നിൽക്കാനായിട്ട്. പിന്നെ നമുക്ക് ഡൈവേഴ്സിറ്റി ഒരുപാട് ഇതിനകത്ത്. ബിഗ് ഡാറ്റ അനലിറ്റിക്സിൽ പോകുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അത് നമുക്ക് ഒരുപാട് ക്ലൂസ് തരും. പിന്നെ സ്ട്രോങ് ഓൺലൈൻ പ്രസൻസ് വേണം, എവിടെയും നമുക്ക് ഒരു സോഷ്യൽ എവിഡൻസ് വേണം. അതുപോലെ തന്നെ യൂസർ എക്സ്പീരിയൻസ് നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചുകൊണ്ടേക്കുക. പിന്നെ അതുപോലെ തന്നെ എക്സ്പ്ലോർ ന്യൂ സെയിൽസ് ചാനൽ, പുതിയ പുതിയ ചാനലുകൾ. പിന്നെ ഓഫർ ട്രെയിനിങ് ആൻഡ് കൺസൾട്ടിങ്, അത് നമുക്ക് പുതിയ പുതിയ വഴികൾ തുറന്നു കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ഡെവലപ്പ് മൊബൈൽ സൊല്യൂഷൻസ്, കുറച്ചുകൂടെ സെയിൽസ് നമുക്ക് കൂടാനായിട്ട്. അതിൻ്റെ ഇംപ്ലിമെൻറ്റ് എഫിഷ്യൻറ്റ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് വളരെ സഹായമായിട്ട് വരും. CRM സിസ്റ്റം നമുക്ക് ഉപകാരമായിട്ട് വരും. പിന്നെ നമുക്ക് ഓഫർ ബണ്ടിൽഡ് പ്രോഡക്റ്റ് കുറച്ചുകൂടെ ഓളിയെത്തി പോകാനായിട്ട്. റെഫറൽ പ്രോഗ്രാം ചിലപ്പോൾ സഹായമായിട്ട്. ഇൻവെസ്റ്റ് ഇൻ സസ്റ്റൈനബിൾ പ്രാക്ടീസസ് നമുക്ക് ഗുണം ചെയ്യും. പിന്നെ നമുക്ക് ചിലപ്പം ഒരു ഇൻഡസ്ട്രി നിൽക്കുമ്പോൾ അതിൻ്റെ കോംപ്ലിമെൻ്ററി ആയിട്ട് നമുക്ക് ചില വേറെ ഇൻഡസ്ട്രിയോടെ പോകും. വെർട്ടിക്കൽ ഇൻ്റഗ്രേഷൻ ചിലപ്പോൾ ഉപകാരപ്രദമാണെങ്കിൽ നമുക്ക് അതുകൂടെ ഏറ്റെടുക്കാനായിട്ട് പറ്റും. പിന്നെ എക്സ്പ്ലോർ ക്രൗഡ് ഫണ്ടിങ് മോഡൽ ചിലപ്പോൾ ഉപയോഗിക്കാം. ഫണ്ടിങ്ങിൻ്റെ തന്നെ നമ്മൾ പഠിപ്പിക്കുന്നതിനകത്ത് 100-ലധികം ഫണ്ടിങ്, ഏറ്റവും ടോപ്പ് ഫണ്ടിങ് മെത്തേഡ് എല്ലാം നമ്മൾ പഠിക്കണം. അത് BMS 6-നകത്താണ്. അപ്പം വേറൊരു പ്രൊഫഷണലിൻ്റെ സഹായം ഇല്ലാതെ തന്നെ. പിന്നെ നമുക്ക് അക്കൗണ്ടിങ് പ്രാക്ടീസസ് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ അത് പ്രസൻറ്റ് ചെയ്ത് പൈസ നമ്മുടെ അതിലോട്ട് വരുന്നത് വരെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് പഠിപ്പിക്കുക. അപ്പോൾ നമുക്ക് വേറെ ഹ്യൂജ് എമൗണ്ട് നമ്മൾ ഈ ഫണ്ടിങ്ങിന് വേണ്ടി മുടക്കേണ്ട കാര്യമില്ല. നമുക്ക് തന്നെ ഒരിക്കൽ പഠിച്ചെടുത്തു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ ഏത് ബിസിനസ് ചെയ്യുമ്പോഴും ഈ സിസ്റ്റം നമുക്ക് കൂട്ടായിട്ട് നിൽക്കും. പിന്നെ അതുപോലെ തന്നെ മോണിറ്റർ ഇക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് വളരെ അപ്പോൾ ഇക്കണോമിക്സിൻ്റെ നമ്മൾ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ വളരെ പാഷനേറ്റ് ആയിരിക്കണം. പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റിൽ നമ്മളെപ്പോഴും കുറച്ചെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അതുപോലെ തന്നെ ക്രൈസിസ് മാനേജ്മെൻറ്റ് പ്ലാൻ നമുക്കുണ്ടായിരിക്കണം. പ്ലാൻ എയും പ്ലാൻ ബിയും ഉണ്ടായിരിക്കണം. ന്യൂ ഡിസ്ട്രിബ്യൂഷൻ ചാനലിൽ കൂടെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കണം. അതുപോലെ തന്നെ ഒരു പ്രെഡിക്റ്റീവ് അനലറ്റിക്സ്, എങ്കിലും നമുക്ക് എങ്ങോട്ട് പോകണമെന്നുള്ള റോഡ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് സ്റ്റേ ഓതൻറ്റിക്, നമുക്ക് എന്തെങ്കിലും ഊഹാഭോഗത്തിന് പുറകെ പോകുന്നതിന് പകരം അതിൻ്റെ ഇംപ്ലിമെൻറ്റ് കസ്റ്റമർ ലോയൽറ്റി പ്രോഗ്രാം, കസ്റ്റമർ എന്നും അവർക്ക് അതിൻ്റെ പ്രയോജനങ്ങൾ കിട്ടുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ. പിന്നെ നമുക്ക് ഓഫർ ഫ്രീ ട്രയൽസ്, നമുക്ക് അഥവാ കസ്റ്റമർ റിജക്റ്റ് ചെയ്താലും നമുക്ക് വഹിക്കാൻ പറ്റും. കസ്റ്റമർ കുറച്ചുകൂടെ നമ്മളോട് കൂടി ചേരും. ഇനി സ്റ്റേ ഓപ്പൺ ടു ചേഞ്ചസ്, എന്തും ചേഞ്ചസിന് നമ്മളെപ്പോഴും. അതുപോലെ തന്നെ പിന്നെ നമുക്ക് എൻകറേജ് വേർഡ് ഓഫ് മൗത്ത്, അത് നമുക്ക് എക്സ്പ്ലോർ ചെയ്ത് കയറാനായിട്ട്. അവർ ചിലപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സ് തന്നെ ഒരു വലിയ ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കി തരും. പിന്നെ എക്സ്പ്ലോർ ഓൾട്ടർനേറ്റീവ് ഫണ്ടിങ് സോഴ്സസ്. ഇൻവെസ്റ്റ് ഇൻ ക്വാളിറ്റി അഷുറൻസ് നമുക്ക് നല്ലൊരു സ്ട്രാറ്റജിയാണ്. ബിൽഡിംഗ് സ്ട്രോങ് കമ്പനി കൾച്ചർ. പിന്നെ മോണിറ്റർ ടെക്നോളജി അഡ്വാൻസസ്. ചിലപ്പോൾ നമ്മൾ തുടങ്ങിയിരിക്കുന്ന ടെക്നോളജി ചിലപ്പോൾ മാറിപ്പോയിട്ടുണ്ടാവും. മറ്റൊരാൾ ചിലപ്പം വേറൊരു പുതിയ ടെക്നോളജി ആയിട്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ് പോയി. പിന്നെ ഡെവലപ്പ് എ ക്ലിയർ വാല്യൂ പ്രൊപ്പോസിഷൻ. നമ്മൾ കാശ് വാങ്ങിക്കുമ്പം എത്രമാത്രം കൂടുതൽ വാല്യൂ നമുക്ക് അങ്ങോട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ട്. എക്സ്പ്ലോർ ലോക്കൽ മാർക്കറ്റ്സ്. അതേപോലെ തന്നെ പാർട്ടിസിപ്പേറ്റ് ഇൻ കമ്മ്യൂണിറ്റി ഈവൻറ്റ്സ്, അതിൽ നമുക്ക് ഒരുപാട് വിസ്റ്റം കിട്ടും. യൂസ് സ്ട്രാറ്റജിക് പ്രൈസിങ്. നമുക്ക് പല വിധത്തിലുള്ള പ്രൈസിങ് ഉണ്ട്. പ്രൈസിങ് മേഖല തന്നെ നമ്മൾ BMS 5-ൽ പഠിക്കുന്നുണ്ട്. ഇംപ്ലിമെൻറ്റ് ഇഫക്റ്റീവ് SEO സ്ട്രാറ്റജി ആൻഡ് കൺസിഡർ ഗ്രീൻ ടെക്നോളജീസ്. ഓഫർ യുണീക്ക് എക്സ്പീരിയൻസസ്. നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് വളരെ യുണീക്കായിട്ട് വേറെ ഒന്നും ഇല്ലാത്തൊരു എക്സ്പീരിയൻസ് കിട്ടണം. ഫോക്കസ് ഓൺ എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ. എംപ്ലോയി നമ്മുടെ കസ്റ്റമറായിട്ട് കണക്കൂട്ടാൻ. ഇനി റെഗുലർലി റിവ്യൂ ആൻഡ് അഡ്ജസ്റ്റ് അവർ ബിസിനസ് പ്ലാൻ. കൂടെ മാറിക്കൊണ്ടിരിക്കണം. സ്റ്റേ ഹംബിൾ ആൻഡ് ഹംഗ്രി. നമ്മൾ നിർത്തരുത്. അങ്ങനെ ഈ മേഖലയിൽ നമ്മൾ നമുക്ക് ബ്രെയിൻ മൊത്തമായിട്ട് ഏത് ബിസിനസ്സിലാണ് ഇതിനകത്ത് നിന്നുകൊണ്ട് നമ്മൾ ബിസിനസ്സിനെ കുറിച്ച് ഒത്തിരി ചിന്തിച്ച് ഒത്തിരി തയ്യാറാക്കി ഒരുപാട് പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്തിട്ടാണ് നിങ്ങൾ ബിസിനസ് കണ്ടെത്താൻ പോകേണ്ടത്. ഇത് തന്നെ നമ്മുടെ ബിസിനസ് കണ്ടെത്താനായിട്ടുള്ളൊരു പ്രോഗ്രാമാണ് ഇപ്പോൾ പറഞ്ഞത്. എന്നിട്ടാണ് നമ്മൾ ബിസിനസ് കണ്ടെത്താൻ പോകുന്നത്. ഞാനിപ്പോൾ ഇതൊരു 3 മോഡ്യൂളായിട്ടാണ് പറയാനായിട്ട് പോകുന്നത്. ഇത് ഫസ്റ്റ് മോഡ്യൂളാണ്. ഞാൻ രണ്ടാമത്തെ മോഡ്യൂൾ വേറെ തരാം. അപ്പോൾ ഇത് കഴിഞ്ഞ് നിങ്ങൾക്ക് അത് നോക്കാം. അത് നോക്കിയിട്ട് അതിന് ശേഷം നിങ്ങൾ മൂന്നാമത്തെ മോഡ്യൂളും പോകണം. ഓക്കെ, വി വിൽ ഗോ ടു ദ സെക്കൻഡ് മോഡ്യൂൾ. അപ്പോൾ ഇത് വീണ്ടും നോക്കി നിങ്ങളിത് തറോ ആക്കിയിട്ട് ഇത് പല കാര്യങ്ങളും നിങ്ങൾ പറഞ്ഞേക്കുന്നത് വെച്ച് അപ്പം തന്നെ പ്രാക്ടീസ് ചെയ്ത് ഓൺലൈനിൽ പ്രാക്ടീസ് ചെയ്ത് കയറുക. അപ്പോൾ നിങ്ങൾക്കൊരു നല്ല ബിസിനസ്മാനായി മാറട്ടെ. എല്ലാ സപ്പോർട്ടും ലൈഫ് ലൈനിൽ നിന്നുണ്ടായിരിക്കും. ഓൾ ദ ബെസ്റ്റ്.